പാർട്ടി ഹൈക്കമാൻഡിന്റെ അനുമതി വാങ്ങാതെ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദേശ പ്രതിനിധി സംഘത്തെ നയിക്കാൻ ഇറങ്ങിയതോടെ സംസ്ഥാന കോൺഗ്രസിലും ശശി തരൂർ ഒറ്റപ്പെടുകയാണ്. ശശി തരൂരിന്റെ നടപടിയോട് പ്രതികരിക്കാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിക്കുന്നത് തന്നെ അതൃപ്തിയുടെ സൂചനയായിരുന്നു. ഇല്ല, അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞതും ഫാക്റ്റുകൾ ശരിയാണെങ്കിൽ, ഫാക്റ്റുകൾ ശരിയല്ല, അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, വ്യക്തമായിട്ട് തിരുത്തിയിട്ടുണ്ട്, കൃത്യമായിട്ട് തിരുത്തിയിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് കൃത്യമായി തിരുത്തൽ വരുത്തി. ഇല്ല, മറിച്ചാണ്, ഫാക്ട്സ് മറിച്ചാണ്. അത് അദ്ദേഹം AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പ്രവർത്തക സമിതി അംഗത്തിന്റെ നടപടിയോടെ താഴെയുള്ള നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന പരിഹാസമായിരുന്നു VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത്. എന്നാൽ പുതിയ UDF കൺവീനർ അടൂർ പ്രകാശ് തരൂരിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. പ്രവർത്തക സമിതി അംഗമായ തരൂർ പാർട്ടി അനുമതി വാങ്ങാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തിൽ അംഗമായതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ സംശയമുണ്ടാക്കുന്നതാണ് എന്ന് അടൂർ പ്രകാശ് MPയുടെ തുറന്നു പറച്ചിലുമുണ്ടായിരുന്നു. ശശി തരൂരിന്റെ നടപടിയിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ നിറയുന്ന പ്രതിഷേധത്തിന്റെ നേർസാക്ഷ്യമാണ് അടൂർ പ്രകാശിന്റെ മുനവെച്ച പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ശശി തരൂർ പാർലമെന്റ് അംഗമായത് കോൺഗ്രസിൽ വന്ന ശേഷമാണ്. ആ സ്ഥാനത്തേക്ക് എത്തിയത് സാധാരണ ജനങ്ങളും പ്രവർത്തകരും വോട്ട് ചെയ്തിട്ടും അക്ഷീണം പ്രയത്നിച്ചിട്ടുമാണ്. വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നും വളയത്തിന് പുറത്തു നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലതെന്നും ശശി തരൂരിന്റെ വാക്കുകൾ സംശയം ഉണ്ടാക്കുന്നതാണ് എന്നും വിഷയം UDF ചർച്ച ചെയ്യുമെന്നുമായിരുന്നു അടൂർ പ്രകാശ് തുറന്നടിച്ചത്. ഇന്ത്യ-പാക് സംഘർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചത്. കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന സിംല കരാറിന്റെയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിലപാടിന്റെയും ലംഘനമാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ സിംല കരാറിന്റെ കാലത്തെ സാഹചര്യമല്ല ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്തെ സാഹചര്യമെന്നായിരുന്നു ശശി തരൂർ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണം. ഇതോടെ കോൺഗ്രസ് നിലപാടിന്റെ കാറ്റ് ഊരിവിട്ടതുപോലെയായി. ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് എല്ലാ പ്രധാന പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെ സർവകക്ഷി സംഘത്തിന്റെ നായകനായി ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയത്. മോദി സ്തുതിക്ക് കിട്ടിയ പ്രതിഫലമാണ് ശശി തരൂരിന് കിട്ടിയ പുതിയ അംഗീകാരം എന്നാണ് സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ ആക്ഷേപം. അതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് തരൂർ പാർട്ടി നിയന്ത്രണത്തിൽ തന്നെ നിൽക്കണമെന്ന UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുതിർന്ന നേതാവും രാജ്യസഭയിലെ മുൻ ഡെപ്യൂട്ടി ചെയർമാനുമായ PJ കുര്യനും തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. വിശ്വപൗരനാണെങ്കിലും ശശി തരൂരിനെ MP ആക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ പാർട്ടിയോട് വിധേയത്വം കാണിക്കണമെന്നും ഒരു വ്യക്തിയും പാർട്ടിയേക്കാൾ വലുതല്ല എന്നും പ്രധാനമന്ത്രി മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തയ്യാറാകണമെന്നും PJ കുര്യൻ പ്രതികരിച്ചു. പാർട്ടി വിരുദ്ധ നിലപാടെടുക്കുന്ന തരൂരിനെതിരെ ഹൈക്കമാൻഡ് നടപടി എടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടി അനുമതിയില്ലെങ്കിലും ശനിയാഴ്ച യാത്ര തിരിക്കാനാണ് ശശി തരൂരിന്റെ തീരുമാനം. ശനിയാഴ്ചയാണ് തരൂർ നയിക്കുന്ന വിദേശ പ്രതിനിധി സംഘം യാത്ര തിരിക്കുന്നത്. പ്രതിനിധി സംഘം ആദ്യമെത്തുക തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിലായിരിക്കും. പനാമ, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ പോയ ശേഷം ഏറ്റവും അവസാനമായിരിക്കും സംഘം അമേരിക്കയിലെത്തുക. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തിലെ പ്രതിനിധികൾ വെള്ളിയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും. സർവകക്ഷി സംഘത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് കൂടുതൽ പറയണം എങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ യോഗം കഴിയണമെന്നാണ് ശശി തരൂരിന്റെ നിലപാട്.